തിരുവനന്തപുരം പാറശാലയിൽ സൈനികന് മർദ്ദനം. കടയുടെ മുന്നിൽ കാർ പാർക്ക് ചെയ്തതുമായി ബന്ധപ്പെട്ട തർക്കത്തിനിടയിലാണ് ആക്രമണമുണ്ടായത്. സൈനികനെയും സഹോദരനെയും കട ഉടമയും മകനും ചേർന്ന് മർദ്ദിച്ച് അവശനാക്കി. മർദ്ദനത്തിന്റെ CCTV ദൃശ്യങ്ങൾ മാതൃഭൂമി ന്യൂസിന്. ജിബിൻ JB ചേരുന്നു. ഗുഡ് മോർണിംഗ് ജിബിൻ. ജിബിൻ, ഇത് എപ്പോഴാണ് സംഭവം ഉണ്ടായത്? ഈ കടയുടമ മകൾ മാത്രമാണോ, അതോ എനിക്ക് തോന്നുന്നു ദൃശ്യത്തിൽ കാണുന്നത് കൂടെ ഉണ്ടായിരുന്ന പലരും ചേർന്ന് കൂട്ടത്തോടെ ആക്രമിക്കുകയാണ് ഇവരെ, അല്ലേ? അതന്നെയാണ്. ഇന്നലെ രാത്രി ഏകദേശം 7:30 കൂടിയാണ് പാറശാലയിൽ ദേശീയപാതയിൽ മുസ്ലിം പള്ളിക്ക് സമീപം ഈ ഒരു ആക്രമണം ഉണ്ടായത്. അതായത് ഒരു തുണിക്കടയുടെ ഫ്രണ്ടിൽ ഈ സൈനികനും അദ്ദേഹത്തിൻ്റെ സഹോദരനും സഞ്ചരിച്ചിരുന്ന കാറ് പാറശാലയിൽ ദേശീയപാതയ്ക്ക് സമീപമുള്ള ഒരു തുണിക്കടയുടെ ഫ്രണ്ടിൽ പാർക്ക് ചെയ്യുന്നു. ഈ ഒരു കാർ അവിടെ നിന്ന് മാറ്റാനായി കടയുടമ പലതവണ ആവശ്യപ്പെട്ടിട്ടും സൈനികനും അദ്ദേഹത്തിൻ്റെ സഹോദരനും തയ്യാറായില്ല. തുടർന്ന് അവിടെ വാക്കേറ്റവും കയ്യങ്കളിയും ഉണ്ടായി. ഈ സംഭവം അറിഞ്ഞ് കടയുടമയുടെ മകനും സഹോദരനും കൂട്ടുകാരും ഒക്കെ തന്നെ അവിടെ കാറിലെത്തുകയായിരുന്നു. ഇരുവരും തമ്മിലുള്ള വാക്കേറ്റം പിന്നെ വലിയൊരു സംഘർഷത്തിലേക്ക് കടക്കുകയായിരുന്നു. ഏകദേശം അരമണിക്കൂറോളം ഈ സംഘർഷം നീണ്ടു എന്നാണ് പറയപ്പെടുന്നത്. അരമണിക്കൂറോളം ദേശീയപാതയിലെ ഗതാഗതമൊക്കെ തന്നെ തടസ്സപ്പെട്ടു. സൈനികനായ സ്മിജു എന്ന് പറയുന്ന സൈനികനാണ് ഈ ഒരു അക്രമത്തിൽ പരിക്കേറ്റിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ സഹോദരന് ഗുരുതരമായി തന്നെ പരിക്കേറ്റിട്ടുണ്ട്. ഈ സ്മിജു മണി എന്ന് പറയുന്ന സൈനികനെ പാറശാല ആശുപത്രിയിലും തുടർന്ന് പോലീസും കസ്റ്റഡിയിലെടുത്തു. പക്ഷേ അദ്ദേഹത്തിൻ്റെ സഹോദരന് വാരിയിൽ പൊട്ടലടക്കമുണ്ട്, ഗുരുതരമായ പരിക്കുകളാണ്. അദ്ദേഹത്തെ ഇന്നലെ ആ സമയത്ത് തന്നെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിട്ടുണ്ട്. മർദ്ദനത്തിൽ ഏർപ്പെട്ടിരുന്ന അയ്യൂബ് ഖാൻ എന്ന് പറയുന്ന കടയുടമയും അദ്ദേഹത്തിൻ്റെ മകനെയും കൂട്ടുകാരെയൊക്കെ തന്നെ 3 പേരെ ഇന്നലെ പാറശാല പോലീസ് ഉടനെ തന്നെ കസ്റ്റഡിയിലെടുത്തിരുന്നു. എന്തായാലും സൈനികനും സൈനികൻ്റെ സഹോദരനും ഗുരുതരമായ പരിക്കുകളാണ് ഏറ്റിട്ടുള്ളത്. നമുക്ക് ആ CCTV ദൃശ്യങ്ങളിൽ തന്നെ വ്യക്തമാവുന്നുണ്ട്. കാര്യം ഈ 2 പേരെയും ഏകദേശം 3 പേരെയാണ് പാറശാല പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുള്ളത്. പക്ഷേ സമീപത്തുണ്ടായിരുന്ന ഒരു കൂട്ടം ആൾക്കാരൊക്കെ ചേർന്നുകൊണ്ടാണ് ഈ സൈനികനെ അദ്ദേഹത്തിൻ്റെ സഹോദരനെ മർദ്ദിച്ചിരിക്കുന്നത്. ഗുരുതര പരിക്കുകളാണ് ഇവർക്കുള്ളത്.